അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം പറമ്പിലേക്കൊക്കെ ഒന്ന് വന്നേക്കുവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലെ കാഴ്ചകളൊക്കെയാണ്. ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടാ? കാട്ടില്. ഇത് കഴിഞ്ഞ മാസം മൊത്തം കാട് പറിച്ച് വൃത്തിയാക്കി തന്ന പറമ്പല്ലേ? അതെ. പിന്നെ എന്തിന് ഇത്രയും കാട് കയറ്റി ഇതിനകത്ത്? ഇത് നമ്മള് വളമിടുന്നത് ചെടിക്കും കാടിനും എല്ലാം കൂടെ കൂടിയാ. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ഉള്ളത് പറിച്ച് അങ്ങ് വിടുവായിരുന്നു. ഇത്രയും കാട് ഇനി ഇത് ഫുള്ള് വീണ്ടും ഒന്നുകൂടെ പറിക്കണം, എന്നിട്ട് അടുത്ത വളമൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ. ഇതിപ്പം കാട് വെട്ടുകാൻ ചോട്ടിലെ പറിച്ചെടുക്കുകയും ചെയ്യാം. നമ്മുടെ വാഴക്കൊല എത്ര ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ട് സങ്കടം വരുമോ? ഞാൻ ഒറ്റ കാട് പോലും ഇല്ലാതെ മൊത്തം പറിച്ചു കൊടുത്തതാണേ. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏലം കയറി അടയണം, എന്നാലേ ഇതിനകത്തെ കാട് കയറിച്ചാൽ നിൽക്കത്തുള്ളൂ. എല്ലാ ദിവസവും ഇറങ്ങി വരുമ്പോൾ കാണുന്ന അങ്ങ് പറിച്ചു വിട്ടാൽ മതി. ഇതുകൊണ്ടോ ഞാൻ കപ്പളങ്ങ നോക്കി, അതുകൊണ്ടോ 4 പഴുത്ത് കിടപ്പുണ്ട്. ഒരെണ്ണം വലുതുണ്ട് കേട്ടോ, പഴുത്ത് കിടപ്പുണ്ട്. മുഴുത്ത ഇങ്ങനെ സൈഡിൽ കണ്ടോ? കയറി പറിക്കാവോ നീ? എന്നിട്ട് വേണം അത് ഓടിച്ചോണ്ട് താഴെ വീഴാൻ. കപ്പളത്തെ കയറി പറിക്കാൻ പറ്റത്തില്ല. കപ്പളം എന്ന് പറയുന്നത് ഒട്ടും ബലമില്ലാത്തത്, ഒടിഞ്ഞു പോകും. അതിലെ വഴിയുണ്ടോ? അതിലേ ഇറങ്ങിയോ? അപ്പത്തൂടെ പോയാൽ മതി. ചോട്ടിലേ പറിക്കാം. കാട് അടിപ്പിക്കാന്നോ? മെഷീൻ അടിപ്പിക്കാന്നോ? ഇടക്കാടെല്ലാം മെഷീൻ നമുക്ക് അടിക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് പറിക്കാം. കാടിന് മാത്രം കിളുക്കാൻ ഒരു മഴയും വേണ്ട, വെള്ളവും. കാന്താരി ഉണ്ട് കേട്ടോ, കാന്താരി. കാന്താരി ഇപ്പുണ്ട്. ചീനിയെല്ലാം വാടി നിൽക്കും കേട്ടോ. മഴ കുറവല്ലായിരുന്നു. നല്ലോണം അങ്ങ് പെയ്യുന്നേ ഇല്ല. പുട്ടിത്തക്കാളിയുടെ ഇലയുണ്ട് കേട്ടോ പറിച്ചോണ്ട് പോകാൻ. ഇവിടെ പൊതുവെ കുറവാ, തമിഴ്നാട് ബോർഡറല്ലേ. ഇടിക്ക് മാത്രം ഒരു കുറവില്ലല്ലോ. ഞാൻ പറഞ്ഞേ ഏലത്തിനകത്തൂടെ എല്ലാം കത്രിയും തക്കാളിയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. തൈയെല്ലാം ഞാൻ ചാണകപ്പൊടി കൊണ്ടിട്ടില്ലായിരുന്നു. ചാണകപ്പൊടി കൊണ്ടിട്ടതിനകത്തുനിന്ന് കിളുത്തു വന്നതല്ല. ഒരു കത്രിക്ക ഉണ്ടായി വരുന്നത്, അത് കണ്ടോ, ചെറിയ തയ്യ. മിക്കവാറും ഏലത്തിന്റെ എല്ലാം ചോട്ടി തക്കാളിയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് നമ്മൾ ഏലം വെച്ചിട്ട് എത്ര നാളായത്? 8 മാസം വളർച്ചയായ ചെടിയായത്. 8 മാസം കൊണ്ട് ന്യായമായിട്ടുള്ളൊരു വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ച് വളവും മരുന്നും കാര്യങ്ങളും എല്ലാം കൂടെ ഉടനെ തന്നെ ചെയ്യണം. എല്ലാം ഉണ്ടായിരുന്നു. തക്കാളിപ്പഴമൊക്കെ പറിക്കാൻ ഞാൻ കൂടെ എടുത്ത് വെച്ച്. ഏതാ തക്കാളി? ഉണ്ട്, അപ്പുറത്തെ ഉണ്ട്. നോക്കാം. ഇതല്ലേ കിടക്കുന്നത്? അത് വിളഞ്ഞില്ല, താഴത്തെ പ്ലാവ് വിളഞ്ഞുണ്ട്. താഴെ വരെ പോയിട്ട് കയറി വരാം, എന്നിട്ട് കാന്താരിയൊക്കെ പറിക്കാവേ. പിന്നെ ഇതും ചുമന്നുകൊണ്ട് പോകണ്ടേ. കാന്താരി ആയിട്ടുണ്ട്, കണ്ടോ, പറിക്കാറായി, വിളഞ്ഞു വരുന്നു. നനയ്ക്കണം, ഏലം നനയ്ക്കുമ്പോൾ ചീനിയെല്ലാം നനയ്ക്കണം. ഇതൊക്കെ വിളഞ്ഞ് വിളവായി. നിങ്ങൾക്ക് ഇവിടെ കാവൽക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നല്ലോ, കുറയ്ക്കുന്നു. പിന്നെ നമ്മുടെ തൊട്ട് പറമ്പിൽ ആള് കയറിയപ്പോഴേ കുറയ്ക്കുന്നു. ഇതിൽ പിന്നെ നല്ല വിളഞ്ഞ് പഴുത്ത കാന്താരി ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, കണ്ടോ, ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആ സൈസ് സ്റ്റിക്കർ കൊണ്ടുവന്ന് എല്ലാ ചീനിയിലും കെട്ടി വെക്കണം അല്ലേ? സ്റ്റിക്കർ ഈച്ച പിടിക്കാതിരിക്കാൻ. അതുണ്ട്. അത് ഈ മഞ്ഞക്കെണി എന്ന് പറഞ്ഞൊരു സാധനം, മഞ്ഞ കളറിൽ കിട്ടും. അതേപോലെ പശയാണ്, അത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ വന്നുള്ളതെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കും. ഇത് കണ്ടോ, ഈ ചീനിയിൽ നമ്മളത് ഒരെണ്ണം കെട്ടി തൂക്കിയിട്ടായിരുന്നു. ഇത് കണ്ടോ കുഞ്ഞി, കണ്ടോ കണ്ടോ, ഇതിൽ നിറയെ പ്രാണികളായിരിക്കുന്നത്. കണ്ടോ കണ്ടോ, ഇതാണ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടില്ല, ഓൺലൈനിൽ കിട്ടില്ല. മഞ്ഞക്കണി എന്ന് പറഞ്ഞൊരു സാധനം, അത് പൂവാന്ന് ഓർത്തിട്ട് ഉള്ള പ്രാണികളൊക്കെ അതേ വന്നിരിക്കും. സാമ്പാർ ചീരയാ, സാമ്പാറിനകത്തൊക്കെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പ് കിട്ടും സാമ്പാറിന്. പിന്നെ പരിപ്പിന്റെ കൊടുത്തിട്ട് ചാറ് വെക്കാനും നല്ല. ഇത് നമ്മുടെ എത്തോ പറിച്ചുകൊണ്ട് കറി വെക്കുന്ന കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ ഇലകളുടെ ഒക്കെ ഗുണം അറിയാവുന്നത് ഈ ഹിന്ദിക്കാർക്കും തമിഴ്. അവർ സ്ഥിരമായിട്ട് ഇതിനകത്തുള്ള ഇലകളെല്ലാം, ഇലക്കറികൾ മിക്കവാറുള്ളതെല്ലാം പറമ്പിൽ കൂടെ ഉള്ളതെല്ലാം, കുട്ടിത്തക്കാളി, ഈ പറഞ്ഞ സാമ്പാർ ചീര, അതെല്ലാം അവർ പറിച്ചു കൊണ്ടുപോയി വെക്കും. അവർ ചാറാ വെക്കുന്നത് തോന്നുന്നു ഇതല്ലേ? നല്ല തോരൻ വെക്കും. ആണോ? ഞാൻ എന്നാലൊന്നും ഇപ്പൊ ഈ ചീരയുടെ കുഞ്ഞു തയ്യേ അത് പറിച്ചോണ്ട് പോയിട്ട് ഒരു കവറും കൊണ്ട് വന്ന് പറിക്കുന്ന, ഈ പച്ചച്ചീരയുടെ കുഞ്ഞു തയ്യാ, അത് പറിച്ചോണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ചെന്നപ്പോഴത്തേന് ഇങ്ങനെ ചാറാക്കി കുഴമ്പ് പോലാക്കി വെച്ചിട്ടുണ്ട്. പറമ്പിലുള്ളൊരു തൈക്കൊടിയാണ് കേട്ടോ, തൈ കയറി വരുന്നേ ഉള്ളൂ.
അടുത്ത വർഷത്തേക്കൊക്കെ കായാകും അതിൽ. വലിയ കൊടികൾ വേറെ ഉണ്ട്, എന്നാലും ഇത് നല്ലൊരു തൈക്കൊടിയാണ്, നല്ല ആരോഗ്യമുള്ള ഒരു കൊടിയാണ് ഇത്. കണ്ടോ കുഞ്ഞിക്ക് നിലത്ത് നിന്ന് പറിക്കാനായിട്ട് ചക്ക നിലത്തുണ്ടായി നിൽക്കുന്നുണ്ടോ? പ്ലാവിൻ്റെ ചുവട്ടിൽ പറഞ്ഞു പോകും അത്. ആ വേണേ ചക്ക ചുവട്ടിലും കായ്ക്കുന്ന ഇപ്പോൾ. പറിച്ചു കളയാതെ, അത് വലുതാകുമ്പോൾ നമുക്ക് പറിക്കാം. അതേ കുറേ എണ്ണം ഉണ്ടല്ലേ? അതേ കുറേ എണ്ണം കൊടിയുടെ ഇടയിൽ കൂടെ ആയതുകൊണ്ട്. ആ ഇടിഞ്ചക്ക ഉണ്ടാക്കിയത് അത് കറക്റ്റാ, ഇടിഞ്ചക്ക കറക്റ്റാ. അവർ വന്ന് പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ആരാ? നമ്മുടെ ഹിന്ദിക്കാർ ഫാമിലിയുടെ. അവർ വന്ന് ഇതെല്ലാം പറിച്ചു കൊണ്ടുപോയിട്ട് കറി വെക്കും, ഇത് കൊണ്ടുപോയിട്ട് കറി വെക്കും. ആ ചോട്ടി തേങ്ങ കിടപ്പുണ്ടെന്ന് തോന്നല്ലേ? ഒരെണ്ണം വീണിട്ടുണ്ട്, തേങ്ങ ഇടാൻ വീണിട്ടുണ്ട്, കുറച്ചെണ്ണം ഇടാൻ നിൽപ്പുണ്ടല്ലേ? ആ പാടെ ഈ പറമ്പിൽ ഒരൊറ്റ തെങ്ങേ ഉള്ളൂ. അതിപ്പോൾ ഏതായാലും അടുത്ത നാട്ടിൽ ഇടാനുള്ള, അവിടുത്തെ പറമ്പിൽ ഇടാൻ വരുമ്പോഴേ അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഇടിയിക്കാം. അവിടെ ഇടാൻ വരുമോ? അവിടെ ഇടാൻ വരുന്നുണ്ട്. ഒഴിഞ്ഞു പോയാൽ ചിലപ്പം പന്നി കൊണ്ടുപോകും. ഒഴിഞ്ഞു പോയാൽ മുള്ളമ്പന്നിയും പന്നിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മടൽ വീണം, അതിൻ്റെ ഒരു ഏലച്ചെടിയുടെ മേളിലോട്ടാണ് വീണ്. ഇത് പിടിച്ചാൽ അയ്യോ ഒരെണ്ണം പോയല്ലോ. മടലും കെട്ടിച്ചാൽ മതി. ഇപ്പം ഇത് ശരമായി കേട്ടോ, പൂവായി. പക്ഷേ ഈ ശരം അടിച്ചത് നല്ലപോലെ നനച്ചു കൊടുക്കണം. അല്ല ഇപ്പം കുഴപ്പമില്ല, അവൻ നനയ്ക്കുന്നുണ്ടോ നീ? അതിലൂടെ കയറിപ്പോ, എന്നിട്ട് അതിലേ വന്ന ഇത് മുളകും പറിച്ച്. ഈ ഗ്രീൻ നെറ്റ് കെട്ടിയേക്കുന്നില്ലേ, ഈ ഗ്രീൻ നെറ്റ് കെട്ടിയേക്കുന്നതെല്ലാം വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നില്ലേ. അപ്പോൾ വെയിലടിക്കുന്നിടത്ത് കുറച്ച് ക്ഷീണമുണ്ട് ചെടിക്ക്. ഇതിപ്പോൾ മൊത്തത്തിൽ കെട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ് വാങ്ങിച്ചപ്പം ഒരു നെറ്റ് തന്നെ 2300 രൂപ എങ്ങാണ്ട് റേറ്റ് ആയിരുന്നു. നമ്മളാണ്ട് ഒന്ന് എനിക്കൊരു 15000 രൂപയുടെ മേളിൽ നെറ്റ്, 15 20,000 രൂപയുടെ നെറ്റ് വാങ്ങിച്ചായിരുന്നു ഈ പ്രാവശ്യം. മരമില്ലാത്ത ഭാഗത്ത് നിൽക്കുന്ന ചെടിയെ വെയിലാകുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് നല്ല തണുപ്പാ. നെറ്റ് താഴെ നല്ല തണുപ്പാ, വെയിലടിക്കുന്നില്ലല്ലോ, ഡയറക്റ്റ് വെയിലല്ല, 50% ഷെയ്ഡാ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാ പണിയാടേ, എന്നാ പരിപാടിയാ? ചുമ്മാ ഇരിക്കുകയാണോ? ഒന്ന് വാ, ഇവിടെ വരെ ഇറങ്ങി വന്നപ്പോഴത്തേനും മടുത്തു. ഏതാതോ അത് ഇച്ചിരി വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, വെയിലടിക്കുന്നുണ്ട്, കേടുണ്ട്. നമുക്ക് പയ്യെ മേളിലോട്ട് കയറി പോയാലോ? ചക്ക പറിക്കുന്നോ? ചക്ക പിന്നെ പറിക്കാം, പോകാൻ നേരം അങ്ങനെ പറിക്കാം. ഇവിടെ കാന്താരിയൊക്കെ പറിക്കാം. വാ, ഇതാ നമ്മുടെ മറ്റേ നല്ല എരിവുള്ള മുളകല്ലേ? ഉരുണ്ട മുളക്, മാലിമുളക് പോലത്തെ അല്ലേ? നീ ചീനി എല്ലാം തളുത്ത് വന്നിട്ടേ പൂവിട്ടായി വരണം. നിറച്ചുണ്ടായിരുന്നല്ലേ ഇതിൽ, തീർന്നല്ല. നമ്മൾ പോയാൽ കാന്താരിയും കൂടെ പറിക്കാം. അതുകൂടെ പറിക്കണം. വന്ന നേരത്തിന് 10 കാട് പറിച്ചിട്ട് പോകാന്നാണോ? കുറച്ചെണ്ണം പറിച്ചോ. വെട്ടിയാൽ പിന്നെ വേര് നിൽക്കുമ്പം മൂടൊന്ന് പിന്നെയും കിളുത്ത് വരും. അതിലും ഭേദം പറിച്ച് മാറ്റുന്നതല്ല, പറിച്ച് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. മഴ നനഞ്ഞ് കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് പറിച്ചാൽ പോരും, വേര് പറഞ്ഞു പോരും, എന്നാലേ അത് ആകത്തുള്ളൂ. പെട്ടെന്ന് പറഞ്ഞു പോയി ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുകയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഹിന്ദിക്കാരി പെങ്കൊച്ചും പിന്നെ പ്രിയയും കൂടെ മൊത്തം പറിച്ചു തരും. ഇതേ പോപ്പിക്ക് സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ അങ്ങോട്ട് നനച്ചേ കുഞ്ഞി, ഇതൊക്കെ നനയ്ക്കാൻ അറിയാമോ നോക്കട്ടെ. ചെടി മൊത്തം കുളിപ്പിച്ച് നനയ്ക്കണം കേട്ടോ. ആ മോട്ടറിന് നല്ല പവറാ, അതാ ഹലോ. അടുത്ത ആഴ്ച മുതൽ ചേട്ടാച്ചൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. एतो क्या हो गया? पाइप टूट गया है क्या? ठीक है, अच्छा से रेडी करो, नीचे बच्चा लोग पानी डालता है, ठीक है. और आयो, रेडी आयो? हाँ, ओके ओके ओके. रेडी हो गया? हाँ ठीक है. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 2 പേര്, നീയും ഹിന്ദിക്കാരി കൊച്ചുകൂടെ എത്ര ദിവസം പറിച്ചായിരുന്നു ഇതിനകത്ത്? 3 ദിവസം. അമ്മ പറഞ്ഞത്
അമ്മ രാവിലെ ഇങ്ങ് കൊണ്ടുവിട്ടാൽ മതി എന്നാ പറഞ്ഞു. ഒന്ന് പറഞ്ഞേ. ആ എന്നെ രാവിലെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടാൽ മതി. ഞാൻ ഇതിന്റെ ചുവട്ടിലെ മുഴുവൻ കാടും പറിക്കാം. ആണോ? ആ അപ്പം രാവിലെ കൊണ്ട് വിടണം, ഉച്ചയാകാൻ ഇരിക്കരുത്. 6:30 ആകുമ്പോൾ ഇവിടെ കൊണ്ട് വിടണം. ആ അപ്പോൾ റെഡിയാക്കി തരാം. ആ എന്നാൽ നമുക്ക് നോക്കാം കേട്ടോ. അവിടെ അവന്മാർ പിന്നെ വെള്ളം നനയ്ക്കുന്നുണ്ട്, നോക്കട്ടെ എങ്ങനെയാണ്. കണ്ടു പഠിച്ചോണം കേട്ടോ, ഇതെങ്ങനെയാണെന്നുള്ളത് നിനക്കുള്ള നിൻ്റെ അടുത്ത ആഴ്ച മുതൽ നിനക്ക് നനയ്ക്കാനുള്ള. അപ്പം എങ്ങനെയാണെന്ന് ഇത് കണ്ടോ, ബായി കാണിച്ചു തരും എങ്ങനെയാണെന്നുള്ളത്. ഇനി എങ്ങനെയുണ്ട് നനച്ചിട്ട്? സൂപ്പറാണോ? ആ മൊത്തത്തിൽ നനച്ച് കൊടുക്കണം. ഇവനെ കേൾപ്പിച്ചു, ഇവനത് ചെയ്യണ്ടേ. ഇവനെ അടുത്ത ആഴ്ച മുതൽ ഇവനാണ് ഡ്യൂട്ടി. അത് കുഴപ്പമില്ല, നിന്നോട് കുളിക്കാനല്ല പറഞ്ഞേ, ചെടി നനയ്ക്കാനാണ് പറഞ്ഞേ. ആണോ? ആ സൂപ്പറല്ലേ? പിന്നെ നല്ല വെള്ളമല്ലേ, നമ്മളെ കുഴക്കണ്ടല്ലേ വെള്ളമാണ്. ഏതാ? ആ ഈ തണുപ്പുള്ള ഇടത്ത് നിൽക്കുന്ന ഏലത്തിന് അധികം വെള്ളം അടിക്കണ്ട. പക്ഷെ തണുപ്പില്ലാതെ ഈ വെയിലത്ത് നിൽക്കുന്നതിന് നല്ലപോലെ വെയിലടിക്കുന്നിടത്തൊക്കെ നല്ലപോലെ അടിച്ചു കൊടുക്കണം കേട്ടോ. ആ ഇങ്ങോട്ട് കയറി വാ. മേളിലൊക്കെ നിൽക്കുന്ന ചെടിക്ക് വെള്ളം കുറവാണ്. നമ്മൾ അങ്ങനെ അടിക്കണ്ട, ആ മേളിൽ മൊത്തത്തിലൊന്ന് കുളിപ്പിച്ചങ്ങ് അടിച്ചാൽ മതി. എല്ലാത്തിൻ്റെ ചോട്ടിൽ കൂടെ ഉണ്ടായിരുന്നു. ആണോ? കൊള്ളാം, ഇവനെ നമുക്ക് സ്ഥിരമായിട്ട് കൃഷി സ്ഥലത്തോട്ട് ഇറക്കി വിട്ടേക്കാം കേട്ടോ. ഇല്ല, അവന് കുറച്ചാൾ വേണം, അവന് വേണ്ടേ, ഇവനെ പഠിപ്പിച്ചെടുക്കണ്ടേ. ആ ആ ആ ഏലത്തിനകത്തെ പണി അല്ലേ? അതെ അതെ, ഇതെല്ലാം പഠിച്ചിരുന്നാലല്ലേ നടക്കത്തുള്ളൂ. നീ മനസ്സിലാക്കാൻ ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജിമ്മിൽ പോകാതെ പറമ്പിലിറങ്ങി പണിതാൽ മതി കേട്ടോ. അല്ല, കുഞ്ഞിക്കാണെങ്കിൽ ഒന്നുകൂടെ ഉത്സാഹമുണ്ട് നനയ്ക്കണമെന്നൊക്കെ. ആ അത് ശരിയാ. കുളിപ്പിക്കാതെ കുഞ്ഞേ. അവരുടെ മേത്ത് വീഴുന്നുണ്ട് കേട്ടോ, ഓടിക്കും നിന്നെ. ഈ വെയിലത്തെ ഉള്ള നിൽക്കുന്നതിനൊക്കെ ഇച്ചിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ തോട്ടത്തിലുള്ള തക്കാളിയാണ് കേട്ടോ. ഇതുപോലെ കുറേ ഉണ്ട്, കുറേ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പോയി. ഇപ്പോൾ കൊണ്ടായിരുന്നൊക്കെ കുറേയൊക്കെ നമ്മുടെ പണിക്കാരൊക്കെ വന്ന് പറിച്ചുകൊണ്ടും പോയി. എന്നാൽ രണ്ടുപേരും ഉത്സാഹിച്ച് നനയ്ക്കുന്നുണ്ട്. കാന്താരി എങ്ങനെയുണ്ട്? കാന്താരി ഉണ്ട്, കുറച്ച് പറിക്കാനുണ്ട്. ആണോ? ആ ഒത്തിരി നാളായി കാന്താരി നിന്നിട്ട്. ഇപ്പോൾ കാന്താരി കിട്ടിയിട്ട് കുറേ ദിവസമായില്ലേ. പച്ചക്കാന്താരി കിട്ടാനില്ല ഇപ്പോൾ. ആ അതാ പറഞ്ഞേ. ഉണ്ടോ ഒരു കറിക്കുള്ളതായേ. ആ കുട്ടിത്തക്കാളിയുടെ ഇല, അതിനുള്ള തേങ്ങയും കാന്താരിയായി. അത് മതിയല്ലേ. ആ സാമ്പാർ ചീരയുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അതിനകത്തോടെ ആ തക്കാളിയും കുറേ സാധനം എല്ലാം അവർ പറിച്ചു കേട്ടോ, എത്തോയൊക്കെ. ആ കത്രി എവിടാന്ന് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നിറച്ച് കായുള്ള ഈ ഭാഗത്തായിരുന്നു. ആ അത് പോയെന്ന് തോന്നുന്നു. തൈ ഒത്തിരി നിൽപ്പുണ്ട് കത്രിയുടെ ഒക്കെ തൈ. ഇതിനകത്തോടെ പക്ഷെ കാടേ മറ്റേ മെഷീൻ അടിക്കുമ്പോൾ നോക്കി വേണം. അങ്ങനെ പറിച്ചാൽ മതി. നിങ്ങൾ രണ്ടുപേരോട് രാവിലെ ഇങ്ങ് പോരാ. അമ്മ പറഞ്ഞ് രാവിലെ 6:30 ആകുമ്പോൾ ഇവിടെ കൊണ്ടുവിട്ടാൽ മതി. 10 മണിയാകുമ്പോഴത്തേക്കിനും തിരിച്ച് പോകണം. വിശപ്പ് മൂക്കുമ്പോൾ തിരിച്ച് അല്ലേ? അല്ല, ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് 10 മണിയാകുമ്പോഴത്തേനും വരാം. അത് കൊള്ളാലോ, നല്ല ഐഡിയ. 3 ദിവസം കൊണ്ട് പണി തീരുമല്ലോ. ആ അത് ശരിയാ. തീർത്തിട്ട് വേണ്ടേ? കുറച്ച് കാ പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ, ഏലക്ക. കുറച്ചുണ്ട്, ഇടയ്ക്കൊന്ന് പറിക്കണേ. അതെ
കാട് പറിച്ചിട്ടാണെങ്കിൽ അല്ലേ പകുതി അവിടെ കിടക്കും. അല്ല ഉണ്ട്, കുറച്ചുണ്ട്, എടുക്കാനുണ്ട്. കാണാതെ പോയ കത്രി കണ്ടുപിടിച്ചിരിക്കുന്നു. അതിന്റെ വെയിറ്റ് കൊണ്ട് അത് താന്നു പോയതായിരുന്നു. കുഞ്ഞേ എന്നായി നനയ്ക്കാൻ കഴിഞ്ഞോ? ആണോ? ആ മൊത്തം കുളിച്ചല്ലേ? ആണോ? നാളെ തൊട്ട് ആ അത് കൊള്ളാം. വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യാം, നനയ്ക്കുകയും ചെയ്യാം അല്ലേ? എന്നാ ഇതിന് അമ്മേ ആ പഴം ഇടണ്ട അമ്മേ, പഴം അവിടെ നിൽക്കട്ടെ. പഴവേ വൈകുന്നേരം പഴം വേണ്ട അമ്മേ, പച്ച ഇട്ടാൽ മതി. വൈകുന്നേരം കുറേ കിളി കാണാനൊക്കെ വരാനുണ്ട്. അത് നിങ്ങൾ രാവിലെ വൈകുന്നേരം വന്ന് ശാപ്പിടുന്നത്, അതവിടെ നിൽക്കട്ടെ. ആ പച്ചക്കൂട്ടണം കേട്ടോ. ആ അത് കൊള്ളാം. ആ കപ്പളങ്ങ ഇപ്പോൾ ഓർക്കുക, ഇതിലും ഭേദം വേറെ എവിടെയെങ്കിലും പോയി ജനിച്ചാൽ മതിയായിരുന്നു. എന്നാ കുത്താ കുത്തുന്നത്. ഞാൻ കേറട്ടെ. കപ്പളത്തേല് അമ്മ ഇത്രയും കുത്തിയിട്ട് ഇത് വീണില്ല കേട്ടോ. നമുക്കൊന്ന് പരിശ്രമിച്ച് നോക്കാം. കണ്ടോ? അതല്ലേ അതിനല്ലായിരുന്നോ? രണ്ടും കൂടെ ഇന്ന് ആ കപ്പളത്തേലുള്ളത് മുഴുവൻ കണ്ടോ? ആ അതങ്ങനാ. നിങ്ങൾ ഈ ഏലത്തിന് മാത്രമേ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നുള്ളൂ? ഏലത്തിനുണ്ട്, വാഴയ്ക്കുണ്ട്, എല്ലാം നനയ്ക്കുന്നുണ്ട്. നമ്മൾ വരാത്ത ദിവസം നമ്മുടെ ഹിന്ദിക്കാരനുണ്ട് ഏട്ടോ, അവൻ നനച്ചോളും. പക്ഷെ വാഴയെല്ലാം അങ്ങ് മാടിയിരിക്കും. പിന്നെ എല്ലാ വീഡിയോയിലും ആൾക്കാർ മിക്കവാറും പഴയ വീഡിയോ കണ്ടവരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ, നിങ്ങൾ കൃഷി സ്ഥലം എന്നാ കാണിക്കാത്ത, കൃഷി എന്നായി എന്നൊക്കെ. കൃഷി കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു സ്ഥലമാണിത്. ഒരു സ്ഥലത്ത് വെള്ളം കുറവായിരുന്നു, അതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കിയേ. ഇവിടെ അന്ന് വെച്ച പോലെ തന്നെ ഇവിടെ വാഴയെല്ലാം വെച്ചായിരുന്നു. ഇവിടെ വാഴയൊക്കെ കുലച്ചിട്ടുണ്ട്, ഏലമൊക്കെ ആയി വരുന്നു. ആ സ്ഥലം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ സ്ഥലത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റേതായ വളർച്ചക്കുറവുണ്ട് ഇവിടുത്തെ ചെടികൾക്കൊക്കെ. എന്നാലും വാഴയൊക്കെ നല്ലപോലെ കയറി വരുന്നുണ്ട്. ഒരു ഞാലിപ്പൂവനാണ്ട് അവിടെ കുലച്ച് നിൽപ്പുണ്ട്. ഒരു ഞാലിപ്പൂവൻ കുലച്ചിട്ടുണ്ട്. പിന്നെ റോബസ്റ്റ വാഴയുണ്ട്. ഇത് നമ്മുടെ റോബസ്റ്റ വാഴയാണ്. ഇതും കുലച്ചിട്ടുണ്ട്. ഒരു കുലയും കൂടെ ഉണ്ട് താഴെ. എങ്ങനെയുണ്ട് കപ്പളങ്ങ? ഒരു ചക്കയുടെ വലിപ്പമില്ലേ? 5 കിലോ നല്ല മുഴുത്ത കപ്പളങ്ങയല്ലേ? ഈ പറമ്പിലെ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട്, കൃഷിക്ക് വേണ്ടിയിട്ടും കുടിവെള്ളത്തിനും ഒക്കെ വേണ്ടി അടിച്ച കുളക്കണ്ണാണ്. ഇത് കഴിഞ്ഞ് ഒരു 3-4 മാസം ആയതേ ഉള്ളൂ ഇതൊക്കെ ആയിട്ട്. എന്നാൽ നമുക്കേ അതൊക്കെ വീട്ടിലോട്ട് പോയാലോ? അവിടെ ഒരു വാഴച്ചുണ്ടുണ്ട്, അതും കൂടി ഒടിച്ചിട്ടേ. എന്തായാലും വന്നത് കുഴപ്പമില്ല, ഒരാഴ്ചത്തേനുള്ള കറി വെക്കാൻ സാധനങ്ങളായെന്തോ. കപ്പളങ്ങായും ചീരയും വാഴച്ചുണ്ടും എല്ലാ സാധനവും ഉണ്ട്. ഓ അവിടെ വാഴച്ചുണ്ട് ഒടിക്കുന്ന പരിപാടിയാണ്. വാഴക്കുലയോടെ താർക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. വാഴ ഒടിച്ചിട്ടേക്കരുത്, ചുണ്ട് മാത്രം മതി കേട്ടോ. വരണോ? ആ വാഴ മൊത്തത്തിൽ ഒടിക്കുവോ? ആ വെടത്തി ഒരു വള്ളി കയറും എല്ലാം കൊണ്ട് വലിച്ചു കെട്ടണം. വാഴ വലിച്ചു കെട്ടണമെന്ന് തോന്നുന്നു. വാഴയോ? വാഴ ചെരിഞ്ഞു നിൽക്കുന്നതൊക്കെ ഒന്ന് മഴയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒന്ന് വലിച്ചൊക്കെ. ഇവിടെ ഞങ്ങൾക്ക് വന്നിരിക്കാം, തണല് വേണ്ടേ? അതെ, നമുക്കിരിക്കാനായിട്ട് തണലിൽ വെച്ച് കെട്ടിയേക്കുന്നത്. അതിനകത്തോ? ഇതിനകത്ത് തേനുണ്ടോ? എങ്ങനെ കുടിക്കുന്നത്? ഇത് വലിച്ചു കുടിക്കും. ഇതിന്റെ അകത്തെ തേൻ ഇല്ലേ? നോക്കട്ടെ. വേണമെങ്കിൽ ഇതേ കിടക്കുന്നു. പക്ഷെ അത് എങ്ങനെ കയറി പറിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. മേളിലേ ഉള്ളൂ, താഴെയില്ല, മേളിലേ ഉള്ളൂ. ആണോ? ആ നോക്കാം, എവിടുന്നേലും പറിക്കാം. ഇതിനകത്തുണ്ടോ നോക്കട്ടെ. എങ്ങനെ വെയിറ്റ് കുറഞ്ഞത് കൂട്ടിയോ? ചെറിയ പൈപ്പ് ഉണ്ട്. ആ അത് കൂട്ടണം വാങ്ങിക്കാം. അവിടെ വാങ്ങിച്ചു നോക്കാം. എന്നാലേ ഞൊട്ടാഞ്ഞൊടിയനാണ് പഴുത്തേക്കുന്നത്? അല്ലല്ല, അത് വേറെ സാധനം. ഞൊട്ടാഞ്ഞൊടിയൻ നല്ലത്. ഞൊട്ടാഞ്ഞൊടിയൻ താഴെ നിൽക്കുന്നത്, അതല്ല, അത് വേറെ. അതുപോലെ തന്നെ ഇരിക്കുന്നല്ലേ? അതുപോലെ തന്നെ ഇരിക്കുന്നത്, പക്ഷെ അതല്ല. എന്നാലേ
നമുക്കെന്നാ വീട്ടിലോട്ട് പോയേക്കാം. മടുത്തല്ലേ? വെയിലായതുകൊണ്ട് പെട്ടെന്ന് രാവിലെ പറഞ്ഞു, ഇനി രാവിലെ ഓർക്കണം. അടുത്ത ആഴ്ച മുതൽ രാവിലെ വരാനുള്ള. അപ്പൊ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.